തൻ്റെ അടുത്തോടുകൂടി പറയാൻ എത്ര പേർക്ക് സാധിക്കും? കർത്താവിൻ്റെ മുമ്പിലായിരിക്കും എത്ര പേർക്ക് പറ്റും? മക്കൾക്ക്, എൻ്റെ മക്കൾക്ക് ഞാൻ മാതൃകയാണ് എന്ന് തൻ്റെ അടുത്തോടുകൂടി എത്ര മാതാപിതാക്കന്മാരാണ് പറയാൻ പറ്റും? പിന്നെ നമ്മുടെ മക്കൾ നശിച്ചു പോകുന്നതിനാൽ എന്താ അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടോ? മാതാപിതാക്കളെ ഇല്ല. നമ്മൾ മാതൃകയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ അഹങ്കാരത്തോടുകൂടിയൊന്നുമല്ല പറയുന്നത്, എനിക്ക് ഞാൻ അഭിമാനത്തോടുകൂടെ പറയുന്നു. എൻ്റെ മോന് അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പനാണ് എൻ്റെ റോൾ മോഡൽ. ഞാൻ എനിക്ക് അഭിമാനത്തോടുകൂടിയാണ് അവരോട് പറയുന്നത്, അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടുകൂടെ ഞാൻ പറഞ്ഞു. എൻ്റെ മോന് അവൻ്റെ കൂട്ടുകാരോട് പറയുന്നത്, എൻ്റെ അപ്പനാണ് എൻ്റെ റോൾ മോഡൽ. എനിക്ക് അഭിമാനമുണ്ട് സഹോദരൻ, എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ നമ്മുടെ മക്കൾ ഓരോരുത്തരും നമ്മളെ നോക്കി, എൻ്റെ അപ്പനെ നോക്കി, എൻ്റെ അമ്മയെ നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത്, അവരെ എൻ്റെ റോൾ മോഡലെന്ന് അവരെ കൂടി പറയിക്കാൻ നമുക്ക് സാധിക്കും. എങ്കിലേ നമ്മുടെ അപ്പനായ അമ്മയായി ജീവിച്ചിട്ടുണ്ട്. അല്ല പറഞ്ഞത്. പക്ഷെ നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. അവരെ കൊണ്ടുപോകണം, പള്ളിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവരെ പള്ളിയിൽ കൊണ്ടുപോകണം, പ്രമാണത്തിൽ കൊണ്ടുവിടണം, അവർക്ക് വചനം പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കളാണ് മക്കളെ മാതൃക. അല്ലാതെ അയലോകത്തെ ചേട്ടനെയും ചേച്ചിയും കണ്ട് ജീവിച്ചാൽ പോരാ. ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുമ്പോൾ ആ നിമിഷം അടിയെ. അങ്ങനെയുള്ള മക്കൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുകയും വഴിതെറ്റി പോയില്ലെങ്കിൽ അഭിഷേകിക്കാനുള്ളൂ ഉള്ളോ? ആരുടെ കുഴപ്പമോ സഹോദരങ്ങളെ? എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ തിരിച്ചു ഓരോരുത്തരും. ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നും അല്ല. നമ്മുടെ കുടുംബം തകരാതിരിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബം സുഖമായിട്ട് പോകണമെങ്കിൽ, കൂടുമ്പോൾ ഇൻകം ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കളായ മാതാപിതാക്കളായ നമ്മുടെ മക്കൾക്ക് മാതൃക കഴിച്ചു കൊടുക്കണം. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ പലരും അഭിനയിക്കുക. നമ്മൾ ചിന്തിച്ചേ, ഇന്ന് എത്രയോ കുടുംബങ്ങളാ ചെറിയ നിസ്സാര കാര്യത്തിന്റെ പേരിൽ പൊട്ടിത്തെറിച്ച് വിവാഹബന്ധം ഏർപ്പെടുത്തി പോയിരിക്കുന്നത്. ആണോ? എൻ്റെ ഒരു സുഹൃത്ത്